ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് പ്രോബ്ലംസ് ആണല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഒന്ന് രണ്ട് പ്രോബ്ലംസ് കൂടെ ഉള്ളൂ. ഒരു സെക്ഷൻ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ സെക്ഷൻ തീരും. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്ടാ, കോർഡിനേറ്റ് ജിയോമെട്രിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. ഇതെവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദി കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് 8 + 2i ഇൻറ്റു 5 - i / 2 + 3i. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യമുള്ള എന്താണ്ട, കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് വേണ്ടത്. നമുക്ക് ആദ്യം ഇതിനെ സോൾവ് ചെയ്ത് ആദ്യം എന്ത് ചെയ്യാം, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ട്രക്ചറിലേക്ക് എന്ത് ചെയ്യാം, ആദ്യം കൊണ്ടെത്തിക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രൊസീജിയർ എന്താണ്, നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ 8 കൊണ്ട് 5നെയും 8 കൊണ്ട് -iയെയും നമ്മൾ എന്ത് ചെയ്യും, ഇൻറ്റു ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം 8 × 5 8 × 5 എത്രയാണ്ടാ, 40. അടുത്തത് 8 × -i 8 × -i എന്താണ്ട, -8i. നെക്സ്റ്റ് വൺ 2i × 5ഉം 2i × -iയും ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം 2i × 5 2 × 5 എത്രയാണ്ടാ, 10 ആണ് അല്ലേ. അപ്പോൾ +10i. അടുത്ത 2i × -i, അപ്പോൾ 2 അല്ലെങ്കിൽ +2 × - അല്ലെങ്കിൽ +× അവിടെ ആൻസർ എന്താണ്, -2i × i എന്ന് പറയുമ്പോൾ എന്താണ്, 2i² എന്നുണ്ട്. 2i² ഓൾ ഡിവൈഡഡ് ബൈ 2 + 3i എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ 40. ഇവിടെ നോക്കിക്കടാ, -8i + 10i എന്ത് കിട്ടും, -8 + 10, ആൻസർ 2 ആണ് അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്, +2i -2i²ൻ്റെ കാര്യം എന്താണ്, -1 ആണ്. അപ്പോൾ ഈ ഒരു മൈനസും ഈ ഒരു മൈനസും ചേരുമ്പോൾ അവിടെ എന്താവും, പ്ലസ് ആവും. എന്താവും, +2 എന്നുള്ള ആൻസർ കിട്ടും. -2i² ആൻസർ എന്താണ്ട, +2 എന്നുള്ള ഒരു ആൻസർ ആവും. ഓൾ ഡിവൈഡഡ് ബൈ എന്താണ്, 2 + 3i. നെക്സ്റ്റ് വൺ നമുക്ക് എന്ത് ചെയ്യാം, ഈ 40 കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 40 + 2 എന്താണ്ടാ, 42 + 2i ഓൾ ഡിവൈഡഡ് ബൈ 2 + 3i എന്നുള്ള ഒരു ഫൈനൽ ആൻസറിലെത്തും. അപ്പോൾ ഇതിൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണ്, ഇതിനെ ബാക്കി സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ വന്നിട്ടുള്ള എന്താണ്, കോംപ്ലക്സ് നമ്പർ ആരാണ്ടാ, 2 + 3i ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, മുകളിലും താഴെ എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2 + 3iയുടെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ അതാരാണ്, 2 - 3i ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ മുകളിലും താഴെയും ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ മുകളിൽ എന്തായിരിക്കും, ഇവിടെ മുകളിൽ 42 കൊണ്ട് 2നെയും 42 കൊണ്ട് 3iയെയും നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും, 42 × 2 എത്രയാണ് ആൻസർ, 84 അല്ലേ. 84. അടുത്തത് 42 × -3i 42 × -3 ആൻസർ എന്താണ്ടാ, 126 ആണല്ലേ. അപ്പോൾ 42 × -3 ആണ്, അപ്പോൾ -126i. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഏതുകൊണ്ട് 2i കൊണ്ട് ഈ 2നെയും ഈ -3iയെയും നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2i × 2 എന്ന് പറയുമ്പോൾ എന്താണ്ടാ, +4i. അടുത്ത 2i × -3i 2 × -3 എത്രയാണ്ടാ, -6i × i എന്താണ്, i² ബൈ താഴെ a + b × a - b ഫോർമാറ്റ് അല്ലേ. അപ്പോൾ 2 + 3i × 2 - 3i എന്തായിരിക്കും ആൻസർ, 2² - 3i². അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓൾറെഡി മുൻ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പ്രീവിയസ് ക്ലാസ്സോടെ പോയി കാണുക. അപ്പോൾ കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുള്ള എന്താണ് പ്രാക്ടീസ് കുറച്ചുകൂടെ കിട്ടും. ഓക്കെ. നെക്സ്റ്റ് വൺ 84. ഈ രണ്ട് ടേം കൊണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. -126i + 4i അല്ലേ. അപ്പോൾ -126 + 4 ആൻസർ എത്രയാണ്ടാ, -122 ആണ്. -122i -6 അവിടെ i² വാല്യൂ -1 ആണല്ലേ. അപ്പോൾ ആ ഒരു മൈനസും ഇവിടുത്തെ ഈ ഒരു മൈനസ് കൊണ്ട് ചേർന്ന് അവിടെ എന്താവും, പ്ലസ് ആവും. ബൈ 2² എന്ന് പറഞ്ഞാൽ എന്താണ്, 4 മൈനസ് ഈ 3യുടെ സ്ക്വയർ നമുക്ക് ഈ സ്ക്വയർ നമ്മൾ 3ക്കും കൊടുക്കും iക്കും കൊടുക്കും. അപ്പോൾ 3യുടെ സ്ക്വയർ എത്രയാണ്ടാ, 9. iയുടെ സ്ക്വയർ എത്രയാണ്, i². ദാറ്റ് ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് വൺ 84 + 6 എത്രയാണ് ആൻസർ, 90 അല്ലേ. അപ്പോൾ 90 - 122i ഓൾ ഡിവൈഡഡ് ബൈ 4 മൈനസ് ഇവിടെ 9i² ആണ്. അവിടെ i²ൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ ആ മൈനസും ഈ മൈനസും ചേർത്ത് അവിടെ എന്താവൂടാ, പ്ലസ് ആവും. 4 + 9 എന്നാവും. നെക്സ്റ്റ് നമുക്ക് എന്ത് കിട്ടും, 90 - 122i ബൈ 4 + 9 എന്താണ്ടാ, 13 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ഒരു കോംപ്ലക്സ് നമ്പർ ആക്കി മാറ്റാം. എങ്ങനെ മാറ്റാം, 19/13 - 122i/13 നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ട്രക്ചറിലേക്ക് എഴുതാം.
പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി കോംപ്ലക്സ് കോൺജുഗേറ്റ്. കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫൈനൽ ആൻസറിന് എന്ത് ചെയ്താൽ മതി? സിമ്പിൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റിവേഴ്സ് ആക്കിയാൽ മതി. അപ്പോൾ 19/13 പ്ലസ് 122i/13 എന്ന് എഴുതിയാൽ മതി. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നെക്സ്റ്റ് അടുത്തായിട്ട് നോക്കിക്കേ. പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. നമുക്കൊരു കോംപ്ലക്സ് നമ്പറിന് എന്ത് ചെയ്യാൻ പറ്റും? ട്രിഗണോമെട്രിയുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളാർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ പോളാർ ഫോമിൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഇതായിരിക്കും. അതിൻ്റെ ഇക്വേഷൻ ഇതായിരിക്കും കേട്ടോ. Z R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ. ഇതായിരിക്കും എന്ത്? നമ്മുടെ പോളാർ ഫോമിൻ്റെ ഇക്വേഷൻ. ഇതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. Z എന്ന് പറയുന്നത് എന്താണ്? Z എന്ന് പറയുന്നത് നമ്മുടെ കോംപ്ലക്സ് നമ്പറാണ്. ഓക്കെ. R എന്ന് പറയുന്നത് എന്താ? മോഡുലസ് ആണ്. അതായത് മോഡ് ഇസഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? R എന്ന് പറയുന്നത്. അപ്പോൾ ആറിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മോഡുലസ്. എന്താണ്ടാ? മോഡുലസ്. അതാണ് R എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ള കാര്യം ഇവിടെ നടുക്ക് കാണുന്ന തീറ്റ ഉണ്ടോ നിങ്ങൾ? ഈ ഒരു ആംഗിൾ. ഈ ആംഗിളിൽ ഒരുപാട് പേരുകളുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. ഈ പോളാർ ഫോമിന് മറ്റൊരു പേരുണ്ട്. തോളാർ ഫോം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേര് ഒന്നില്ലെങ്കിൽ പോളാർ ഫോം, അല്ല എങ്കിൽ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. മോഡുലസ് ആംപ്ലിറ്റ്യൂഡ്. എന്താണ്ടാ? മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം. ഇത് രണ്ടും എന്ത് തന്നെയാണ്? ഇത് രണ്ടും സെയിം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പോളാർ ഫോം എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും മോഡുലസ് ആംപ്ലിറ്റ്യൂഡ് ഫോം ചോദിച്ചാലും രണ്ടും എന്ത് തന്നെയാണ്? ഒരേ കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ Z എന്താണ്? R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അതിൽ ഫസ്റ്റത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. R എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? അത് മോഡുലസ് ആണ്. നമ്മളിനെ സൂചിപ്പിക്കുന്നത് എന്താണ്ടാ? മോഡ് Z. നിങ്ങൾക്കറിയാം അതിൻ്റെ മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കണമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി നമ്മൾ അടുത്ത് പറയാനായിട്ട് പോകുന്ന കാര്യം ഈ തീറ്റ എന്ന് പറയുന്ന കാര്യമാണ്. തീറ്റ. അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ള കാര്യം ഈ തീറ്റയുടെ പേരാണ്. അവിടെ ക്വസ്റ്റ്യൻ തീറ്റ എന്നൊന്നും ആയിരിക്കുമല്ലോ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആംഗിൾ എന്നൊന്നും ആയിരിക്കുമല്ലോ ചിലപ്പോൾ ചോദിക്കുന്നത്. അവിടെ ചോദിക്കുന്ന ഒരു കാര്യം ഇതായിരിക്കും, ആർഗ്യുമെൻ്റ്. എന്താ? ആർഗ്യുമെൻ്റ്. തീറ്റയുടെ മറ്റൊരു പേരാണ് ആർഗ്യുമെൻ്റ്. അല്ല എങ്കിൽ അതിൻ്റെ മറ്റൊരു പേര് എന്താ? ആംപ്ലിറ്റ്യൂഡ്. ഇതെല്ലാം എന്താണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സാമിന്. ഒന്നില്ലെങ്കിൽ ആർഗ്യുമെൻ്റ്, അല്ലെങ്കിൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ്. നമ്മളിതിനെ സൂചിപ്പിക്കുന്ന ഒരു ഇതുണ്ട്, ആർഗ് ഇസഡ്. ആർഗ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? ആർഗ് ഇസഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡ്. അല്ലെങ്കിൽ ആംബ് എന്ന് നമ്മൾ പറയാറുണ്ട്. ആംബ് ഇസഡ് എന്ന് പറഞ്ഞാൽ അതും എന്ത് തന്നെയാണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ്? തീറ്റയുടെ വാല്യൂ തന്നെയാണ് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം. ഇനി ഇതിനകത്ത് ക്വസ്റ്റ്യൻ വീണ്ടും വേറൊരു രീതിയിൽ ചോദിക്കാം. ആൻഡ് ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് പ്രിൻസിപ്പൽ വാല്യൂ? പ്രിൻസിപ്പൽ വാല്യൂ ചോദിച്ചാൽ അവിടെ എന്ത് തന്നെയാണ്? ഈ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അവിടെയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ത് തന്നെയാണ്? ഈ തീറ്റയുടെ വാല്യൂ തന്നെയാണ്. ആരുടെ വാല്യൂ തന്നെയാണ്? തീറ്റയുടെ വാല്യൂ. അതിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. കാരണം ഈ ക്വസ്റ്റ്യൻ നമുക്ക് അവരെ കൺഫ്യൂഷനാക്കി വരുത്തി കളയും. അതായത് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാലും ആംപ്ലിറ്റ്യൂഡ് എന്നും പ്രിൻസിപ്പൽ വാല്യൂ എന്നൊക്കെ ചോദിച്ചാൽ ആര് തന്നെയാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് വേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് ആര് തന്നെയാണ്? തീറ്റ എന്ന് പറയുന്ന വാല്യൂ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ആ തീറ്റ എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കേണ്ട രീതി ഇതാണ്. തീറ്റ ഈക്വൽ ടു നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഇതായിരിക്കും. Z ഈക്വൽ ടു എന്താണ്ടാ? എക്സ് പ്ലസ് IY എന്നെടുക്കാം. എക്സ് പ്ലസ് എന്താണ്ടാ? IY. അങ്ങനെയാണെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്താണ്ടാ? തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് Y/X എന്നാണ്. അതാണ് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് Y/X എന്നുള്ളതായിരിക്കും അവിടെ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് Y/X. ഇതൊന്നും കണ്ട് പേടിച്ച് പോകണ്ട. ടാൻ ഇൻവേഴ്സ് ഇതെന്താണ്? പുതിയ സാധനമാണല്ലോ എന്ന് കണ്ട് പേടിച്ച് പോകേണ്ട ആവശ്യമില്ല. വളരെയധികം ഈസിയാണ്. ഇത് കണ്ടുപിടിക്കാൻ വളരെയധികം ഈസി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്ട? തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് Y/X എന്നുള്ളതാണ്. ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദി കോംപ്ലക്സ് നമ്പർ ഇൻ ദി കാർട്ടീഷ്യൻ ഫോം in the form a plus ib, where a and b are real numbers whose modulus is 2 and the principal value of the argument is pi/4. ഒരു നെക്സ്റ്റ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഇതിൽ എന്താണ് ഫസ്റ്റ് പറയുന്ന? കാർട്ടീഷ്യൻ ഫോമാണ്. കാർട്ടീഷ്യൻ ഫോം എന്താണെന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇൻ ദി ഫോം എന്താണ്? a plus ib. a plus ib വരുന്ന ഒരു ഫോമിന് നമ്മൾ എന്ത് പറയുന്നത്? കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നത്. വേറെ a and b are റിയൽ നമ്പേഴ്സ് ആണ്. അതിൻ്റെ മോഡുലസ് എന്താണ്? നമുക്കൊരു കാര്യം ചെയ്യും. Z ഈക്വൽ ടു നമുക്ക് എന്ത് തന്നെ എടുക്കാം? ഇവിടെ a plus ib എന്ന് തന്നെ എടുക്കാം. അവർ പറഞ്ഞിട്ടുള്ള അങ്ങനെയല്ലേ. അതിലെ മോഡുലസ് എന്താണ്? മോഡ് Z എന്ന് പറഞ്ഞാൽ എന്താണ്ട?
നമ്മുടെ ഇക്വേഷനിൽ പറയാം, പിന്നീട് പറയാം. മോഡ് ഇസഡ് ഈക്വൽ ടു ഇപ്പോൾ തൽക്കാലം എന്താണ് 2 ആണ് അതിൻ്റെ ആൻസർ. ആൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് ആരാണ്ടാ? തീറ്റ ആംഗിളാണ്. അത് എത്രയാണ്ടാ? π/4 ആണ്. എത്രയാണ്? π/4. നമുക്ക് വേണ്ട എന്താണ്? നമുക്ക് അതിനെ എന്താക്കണം? നമ്മളൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ട്രക്ചറിലേക്ക് ആക്കണം. ഇപ്പോൾ ഇവിടെ ആംഗിളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എന്ത് ഫോമാണ് ഉണ്ടായത്? ഇത് പോളാർ ഫോമാണ്. എന്താണ്? പോളാർ ഫോം. അപ്പോൾ പോളാർ ഫോമിൻ്റെ ഇക്വേഷൻ എന്താണ്? z ഈക്വൽ ടു r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അതിൽ ഡയറക്റ്റ് കൊടുക്കുക. ഇവിടെ എന്താണ്? ആറിന് പകരം ആറെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ആറെന്ന് പറഞ്ഞാൽ? മോഡ് ഇസഡ് ആണ്, മോഡുലസ് ആണ്. അപ്പോൾ 6 തന്നെയാണ് ഇവിടെ ആര്? മോഡ് ഇസഡ്. അതിൻ്റെ വാല്യൂ എത്രയാണ്ടാ? 2 ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ π/4. അപ്പോൾ കോസ് π/4 പ്ലസ് ഐ സൈൻ തീറ്റ. അവിടെ എന്താണ്? അവിടെയും തീറ്റ എന്ന് പറഞ്ഞാൽ π/4 ആണ്. നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. 2 ഇൻറ്റു കോസ് π/4ൻ്റെ വാല്യൂ എന്താണ്ടാ? അതിൻ്റെ വാല്യൂ എത്രയാണ്? അതിൻ്റെ വാല്യൂ π/4. കോസ് π/4ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്ടാ? 1/√2 ആണ്. എത്രയാണ്ടാ? ഈ π/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്ടാ? 45 ആണ്. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ അടുത്ത ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വരുന്നുണ്ട്. ട്രിഗണോമെട്രിയുടെ എന്താണ് ആ ഒരു ക്ലാസ്സുകൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്കിത് വളരെയധികം മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വാല്യൂ കോസ് π/4 എന്ന് പറഞ്ഞാൽ കോസ് 45 ആണ്. കോസ് 45ൻ്റെ വാല്യൂ എത്രയാണ്ടാ? 1/√2 ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? 1/√2 പ്ലസ് ഐ ഇൻറ്റു സൈൻ π/4. അവിടെയും π/4 എന്ന് പറഞ്ഞാൽ 45 ആണ്. സൈൻ 45ൻ്റെ ഇവിടുത്തെയും വാല്യൂ എത്രയാണ്? 1/√2. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സൈൻ 45ൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 1/√2 ആണ്. അപ്പോൾ നമുക്ക് 2 കൊണ്ട് എന്ത് ചെയ്യാം? അകത്തുള്ള ഇതിനെയും ഏതിനെയൊക്കെ ഇൻറ്റു ചെയ്യാം? ഇതിനെയും ഇൻറ്റു ചെയ്യാം. ഈ രണ്ടാമത്തെ ടൈമിനെ എന്ത് ചെയ്യാം? ഇൻറ്റു ചെയ്യാം. സോ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 2/√2 പ്ലസ് ഐ ഇൻറ്റു ഇവിടെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താണ്? 2/√2. പൊതുവേ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനെ റൂട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മുകളിലും താഴെയും √2 കൊണ്ട് എന്ത് ചെയ്യും? എക്സ്ട്രാ ഇൻറ്റു ചെയ്യും. മുകളിൽ 2 ഇൻറ്റു √2, 2 ഇൻറ്റു √2. താഴെ എന്താണ്ടാ? √2 ഇൻറ്റു √2. ഇവിടെ അതുപോലെ തന്നെയാണ് ഐ ഇൻറ്റു 2 ഇൻറ്റു √2 ബൈ താഴെ എന്താണ്ടാ? √2 ഇൻറ്റു √2. ഇവിടെ മുകളിൽ 2√2 ബൈ താഴെ √x ഇൻറ്റു √x. ആൻസർ എന്താണ്ടാ? എക്സ് ആണ് കേട്ടോ. അപ്പോൾ √2 ഇൻറ്റു √2 എന്താണ് ആൻസർ? 2 ആണ്. പ്ലസ് ഐ ഇൻറ്റു ഇവിടെ എന്താണ്? 2 ഇൻറ്റു √2 എന്താണ് ആൻസർ? 2√2 ബൈ √2 ഇൻറ്റു √2 എന്താണ്ടാ? 2 ആണ് ആൻസർ. സോ ഫൈനലി നമുക്ക് ഈ 2ൻ്റെ കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? √2 പ്ലസ് ഐ. ഇവിടെയും 2ൻ്റെ കൂടെ ക്യാൻസൽ ചെയ്യാം. √2 എന്ന് കിട്ടും. സോ ആൻസർ √2 പ്ലസ് ഐ √2. ഇതാണ് എന്താണ്ട് ഇവിടുത്തെ ഫൈനലായിട്ട് വരുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദി ആർഗ്യുമെൻറ്റ് ആൻഡ് ദി പോളാർ ഫോം ഓഫ് ദി ഫോളോയിങ് കോംപ്ലക്സ് നമ്പേഴ്സ്. നമുക്ക് എന്തൊക്കെ വേണം? പ്രിൻസിപ്പൽ വാല്യൂ വേണം. അടുത്ത് നമുക്ക് എന്ത് വേണം? അതിൻ്റെ പോളാർ ഫോം കൂടെ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സ്റ്റാർട്ട് ചെയ്യാമോ? ഇവിടെ നമുക്ക് ആദ്യം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഏതാണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മൈനസ് ഐ √3. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. ഇസ് ഈക്വൽ ടു 1 മൈനസ് ഐ √3. നമ്മുടെ പോളാർ ഫോം ഇക്വേഷൻ എന്താണ്? ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് ആദ്യം ആരെ വേണം? ഇവിടെ ആർ ആദ്യം കണ്ടുപിടിക്കുക. ആർ കണ്ടുപിടിക്കുക. ഇക്വേഷൻ എന്താണ്? ആർ ഈക്വൽ ടു എന്താണ്ടാ? ആറിൻ്റെ ഇക്വേഷൻ തരുന്നത് √(s² പ്ലസ് y²). ഇവിടെ നമുക്ക് എടുക്കാം റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്ട 1 ആയിട്ട് മാത്രം എടുത്താൽ മതി. 1² പ്ലസ് വൈ ആയിട്ട് നമ്മൾ √3 മാത്രം സെലക്ട് ചെയ്താൽ മതി. മൈനസിനെ സെലക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഇവിടെ. അപ്പോൾ √3യുടെ സ്ക്വയർ, കാരണം -√3 എടുത്താലും അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്തായി പോവും? ആൻസർ പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ 1² എന്ന് പറഞ്ഞാൽ എത്രയാണ്ടാ? 1 ആണ്. √3യുടെ സ്ക്വയർ എന്താണ്? 3 ആണ്. √(x²) അല്ലേ? √(x² എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്ട്? എക്സ് ആണ് കേട്ടോ. അപ്പോൾ 1 + 3 എന്താണ്? √4. √4ൻ്റെ വാല്യൂ എത്രയാണ്? ആൻസർ 2 എന്നുള്ള ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ 6 കിട്ടി. ഇനി നമുക്ക് വേണ്ട സാധനം ആരാണ്ടാ? തീറ്റയാണ്. തീറ്റ എന്ന് പറയുന്നത് ആംഗിളാണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും, ആർഗ്യുമെൻ്റ് എന്ന് പറയും, ഇതൊക്കെ പറയും. ഓക്കെ. ഇനി അടുത്ത പ്രിൻസിപ്പൽ വാല്യൂ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ നമുക്ക് തീറ്റയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ തന്നു തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ അവിടെ എഴുതിയിട്ട് എന്താണ് തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്ടാ? ടാൻ ഇൻവേഴ്സ് y/x ആണ് തീറ്റ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. നമ്മൾ അത് ആദ്യം എഴുതുക. അതിന് മുമ്പ് ഇവിടെ മനസ്സിലാക്കുക ഈ ഇക്വേഷനിൽ എക്സ് ആരാണ്, വൈ ആരാണ്. നമ്മളിവിടെ എടുത്തു കഴിഞ്ഞു. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്
എക്സ് ഇവിടെ 1 ആയിട്ട് മതി. വൈ -√3 നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾ √3 മാത്രം ഇവിടെ എടുത്താൽ മതി കേട്ടോ. സിമ്പിൾ ഉൾപ്പെടെ നിങ്ങൾ എടുക്കണ്ട. അതിൻ്റെ വാല്യൂ മാത്രം എടുത്താൽ മതി. നമുക്കത് മാത്രമേ ഇവിടെ ആവശ്യമായിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ ഇക്വേഷനോട്ട് വരാം. തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് നമ്മൾ പഠിച്ചു വെച്ചാൽ അല്ലേ. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്ട √3 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ് 1 ആണ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് √3 ബൈ 1 എന്ന് കിട്ടും. അതായത് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് √3. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ എന്താണ് അതാണ് വാല്യൂ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ആൻസർ കിട്ടും. ഇവിടെ ടാൻ ഇൻവേഴ്സ് √3യുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് 60 ആണ്. 60 എത്രയാണ്ട 60 ആണ്. 60 നമുക്ക് വേണമെങ്കിൽ എന്താണ് നമുക്ക് നമ്മൾ എഴുതുന്ന റേഡിയൻ വാല്യൂ ആണ് π/3. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യും ട്രിഗണോമെട്രിയിൽ പഠിക്കും കേട്ടോ. തൽക്കാലം ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. പൈ എന്ന് പറഞ്ഞാൽ 180 ആണ് വാല്യൂ. പൈയുടെ വാല്യൂ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ് 180 ആണ്. 180/3 എന്ന് പറഞ്ഞാൽ 60 അല്ലേ. സോ അത് ആലോചിച്ചാൽ മതി π/3. തീറ്റയുടെ വാല്യൂ ഇവിടെ എന്താണ്ട π/3 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്ത് എഴുതാൻ പറ്റും, നമ്മുടെ കോംപ്ലക്സ് നമ്പർ എന്താണ്, കോംപ്ലക്സ് നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോളാർ ഫോമിൽ എഴുതാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ ചെറിയൊരു വിഷയം ഇവിടെ എന്താണ് ഇവിടെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോം പറയുമ്പോൾ തീറ്റ എപ്പോഴും ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ π/3 ആകണമെന്നില്ല. ഇതിൽ കുറച്ച് ഒരു വേരിയേഷൻ സംഭവിക്കാം. നമ്മുടെ ഇവിടെ കോംപ്ലക്സ് നമ്പറിൻ്റെ ആ ഒരു നമ്മളെന്താണ് അതിനെ എന്താണ് നമ്മുടെ 2Dയിലേക്ക് ആക്കുമ്പോൾ, നമ്മൾ XY പ്ലെയിനിലേക്ക് ആക്കുമ്പോൾ ഇവിടെ നമ്മളെന്താണ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1, -√3 ആണ്. എന്താണ് 1, -√3 ആണ്. ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്, ഇത് തേർഡ് ക്വാഡ്രൻ്റ് ആണ്, ഇത് ഫോർത്ത് ക്വാഡ്രൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇതാണല്ലേ, ഇതെന്താണ് എക്സ് ആക്സസ്, ഇത് എക്സ്, എക്സ് ഡാഷ്, വൈ ഡാഷ്. ഇതിൽ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ എന്താണ് ഇത് O ആണ്, ഒറിജിൻ. O മുതൽ എക്സ് വരെയാണ് എന്ത് പോസിറ്റീവ്. അടുത്ത വൈ പാർട്ട് നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ താഴോട്ട് വരുന്ന എല്ലാം നെഗറ്റീവ്. അപ്പോൾ O മുതൽ എന്താണ് വൈ ഡാഷ് വരെ നെഗറ്റീവ്. അപ്പോൾ ഇത് വരുന്ന ഏത് ക്വാഡ്രൻ്റാണ്? ഇത് വരുന്നത് ഫോർത്ത് ക്വാഡ്രൻ്റാണ്. ഏത് ക്വാഡ്രൻ്റാണ്? ഫോർത്ത് ക്വാഡ്രൻ്റിലാണ് ഏത് വരുന്നത്, നമ്മുടെ ഈ ഒരു കോംപ്ലക്സ് നമ്പർ വരുന്നത്. ഓക്കെ, ഫോർത്ത് ക്വാഡ്രൻ്റിലാണ് ഈ ഒരു കോംപ്ലക്സ് നമ്പർ വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോംപ്ലക്സ് നമ്പറിൽ ആ ഒരു തീറ്റ പോളാർ ഫോം എഴുതുമ്പോൾ തീറ്റ അങ്ങനെ ആയിരിക്കില്ല. ഇവിടുത്തെ നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ക്വാഡ്രൻ്റിലാണെങ്കിൽ ആംഗിൾ എന്താണോ നിങ്ങൾ അതിനെ അതുപോലെ തന്നെ എടുത്താൽ മതി. ഇപ്പോൾ തീറ്റയാണെങ്കിൽ ആംഗിൾ തീറ്റയാണെങ്കിൽ നിങ്ങൾ എന്തായിട്ട് എടുത്താൽ മതി, തീറ്റയായിട്ട് തന്നെ എടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് സെക്കൻഡ് ക്വാഡ്രൻ്റിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 180യിൽ നിന്ന് അതിനെന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. 180യിൽ നിന്ന് എന്ത് ചെയ്യണം, അതിനെ മൈനസ് ചെയ്യണം. അത് തേർഡ് ക്വാഡ്രൻ്റിലാണ് വരുന്നതെങ്കിൽ -180യോടെ നിങ്ങൾ അതെന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. -180യുടെ കൂടെ എന്ത് ചെയ്യണോടാ, ആ ഒരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു ആംഗിൾ ആഡ് ചെയ്യണം. ഫോർത്ത് ക്വാഡ്രൻ്റാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അതിനോടൊപ്പം എന്ത് ചെയ്താൽ മതി, ആ ആംഗിളിലൂടെ മൈനസ് ചേർത്താൽ മാത്രം മതി. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മുടെ എന്താണ് കോംപ്ലക്സ് നമ്പർ, അല്ലെങ്കിൽ നമ്മുടെ കോംപ്ലക്സ് നമ്പർ വരുന്ന ക്വാഡ്രൻ്റ് ഏത് ക്വാഡ്രൻ്റാണ്, ഫോർത്ത് ക്വാഡ്രൻ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് എഴുതിയില്ല അല്ലേ, ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ്, ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ്, ഇത് സെക്കൻഡ്, ഇതെന്താണ് ഇത് തേർഡ് ക്വാഡ്രൻ്റ്, ഇതെന്താണ് ഫോർത്ത്. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് നമ്പർ വരുന്നത് ഏത് ക്വാഡ്രൻ്റിലാണ്, ഫോർത്ത് ക്വാഡ്രൻ്റിലാണ് നമ്മളെ കോംപ്ലക്സ് നമ്പർ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കോംപ്ലക്സ് നമ്പർ അപ്പോൾ എങ്ങനെ മാറും, വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ ആൻസർ എങ്ങനെ കിട്ടും, Z ഈക്വൽ ടു R. എത്രയുണ്ട്, ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്, 2 ആണ്. ആറിൻ്റെ വാല്യൂ എന്താണ് 2. ഇപ്പോൾ 2 ഇൻറ്റു കോസ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് π/3 ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ക്വാഡ്രൻ്റ് ആയത് കാരണം നമ്മുടെ ആംഗിൾ എത്രയായിരിക്കും, -π/3 ആയിരിക്കും. എത്ര ഇവിടെ -π/3 ആയിരിക്കും. ഓക്കെ, എന്തായിരിക്കും -π/3. അപ്പോൾ ഇവിടെ എന്താണ് 2 ഇൻറ്റു കോസ് -π/3 പ്ലസ് എന്താണ്ട I സൈൻ -π/3. ഇത്രയേ ഉള്ളൂ. വേറെ നിങ്ങൾ എന്താണ് ഒരുപാടൊന്നും ചെയ്യാനായിട്ട് എന്താണ് ഇല്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താണ് പോളാർ ഫോം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. വളരെയധികം ഈസിയാണ്. നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, Z ഈക്വൽ ടു -2 + 2i√3. ഇവിടെ നിങ്ങൾ എന്താണ് നമുക്ക് ആദ്യം എക്സും വൈയും എഴുതാം. എക്സ് ആരാണ്ട, എക്സിൻ്റെ ഒരു മൈനസ് നിങ്ങൾ എടുക്കേണ്ട, വെറും 2 മാത്രം എടുത്താൽ മതി. ഇവിടെ 2ഉം വൈയുടെ വാല്യൂ എന്താണ്ട 2i√3 എന്നാണ്. അപ്പോൾ ആൻസർ എന്താണ്, വൈയുടെ വാല്യൂ 2√3 എന്താണ്ട 2√3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ 2 എടുക്കുക, വൈയുടെ വാല്യൂ എന്തെടുക്കുക 2√3. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, R കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ R ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ മോഡ് സെറ്റ് ആണ് അല്ലേ, എന്താണ് √2² പ്ലസ് 2√3യുടെ സ്ക്വയർ. ഇപ്പോൾ √2² എത്രയാണ്ട
4 ഈ സ്ക്വയർ നമ്മൾ 2 കൊടുക്കുമ്പോൾ 2ൻ്റെ സ്ക്വയർ എത്രയാണ് 4 ഇൻറ്റു ഈ സ്ക്വയർ √3 കൊടുക്കുമ്പോൾ √3യുടെ സ്ക്വയർ എന്താണ്ട 3 അല്ലേ. അപ്പോൾ √4 പ്ലസ് 4 ഇത് എത്രയുണ്ട 12 പ്ലസ് 4 എത്രയാണ് 16 √6ൻ്റെ വാല്യൂ എത്രയാണ് 4. അപ്പോൾ 6 എന്താണ്ട് 6 മോഡുലസ് എത്രയാണ് ഇവിടെ 4 ആണ്. അപ്പോൾ അത് കിട്ടിയത്. ഇനി വേണ്ട എന്താണ്ട തീറ്റ വേണം അല്ലേ. തീറ്റ എന്ന് പറയുന്ന ആംഗിളാണ്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാൻ വളരെയധികം ഈസിയാണ്. തീറ്റ ഈക്വൽ ടു എന്താണ്ട ടാൻ ഇൻവേഴ്സ് y/x ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഇവിടെ വൈയുടെ വാല്യൂ എന്താണ് y എന്ന് പറഞ്ഞാൽ 2√3 ആണ്. 2√3/x എന്ന് പറഞ്ഞാൽ ആരാണ്ട 2 ആണ്. 2ൻ്റെ കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് കിട്ടും ടാൻ ഇൻവേഴ്സ് √3. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എപ്പോഴാണ് ടാൻ്റെ വാല്യൂ √3 ആകുന്നത്? അത് π/3 അല്ലേ. അപ്പോൾ π/3 ടാൻ ഇൻവേഴ്സ് √3 വാല്യൂ ഇവിടെ എന്താണ്ട π/3 ആണ്. അപ്പോൾ തീറ്റയായി അല്ലേ. ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്കിവിടെ ഈ തീറ്റ ഇത് തന്നെയായിരിക്കും, ഈ ഒരു വാല്യൂ തന്നെയായിരിക്കും, ഉറപ്പിക്കാൻ പറ്റുമോ നമുക്ക്? അത് ഉറപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ക്വാഡ്രൻ്റ് നോക്കുക. നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഏത് ക്വാഡ്രൻ്റിൽ കിടക്കുന്നു നമുക്ക് നോക്കാം. ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ നമുക്ക് മൈനസ്, ഇതിനെ കോംപ്ലക്സ് നമ്പറായിട്ട് എഴുതുന്ന അവിടുത്തെ പോയിന്റ് ഇതായിരിക്കും -2,2√3 എന്നുള്ള ആ ഒരു പോയിന്റ് ആയിരിക്കും അല്ലേ. -2,2√3. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വാഡ്രൻ്റ് നോക്കാം. ഇതെന്താണ്ട ഇത് എക്സ് ഡാഷ് വൈ ഡാഷ്. എക്സ് നെഗറ്റീവ് ആണ്. ആണെങ്കിൽ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും അല്ലേ. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ ഇനി ആരോട്ട് ഈ സൈഡിലോട്ടായിരിക്കാം. വൈ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ടായിരിക്കും? അത് മുകളിലേക്കായിരിക്കും. എങ്ങോട്ടായിരിക്കും? മുകളിലേക്കായിരിക്കും. അപ്പോൾ ഇത് രണ്ടും വരുന്ന റീജിയൻ ഏതാണ്? ഇതല്ലേ, ഈ ഒരു സെക്കൻഡ് ക്വാഡ്രൻ്റ് അല്ലേ. ആണോ അല്ലേ? അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ നമ്മുടെ ഒറിജിനൽ തീറ്റ എന്താണ്? നമ്മുടെ ആർഗ്യുമെൻ്റ് എന്തായിരിക്കും? നമ്മുടെ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണല്ലേ. ഞാൻ ഇതെവിടെ എഴുതാം? സെക്കൻഡ് ക്വാഡ്രൻ്റ്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ടിയിട്ടാണ് സെക്കൻഡ് ക്വാഡ്രൻ്റ് അത് ഞാൻ എഴുതി. സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? 180 മൈനസ് തീറ്റ അല്ലേ. അപ്പോൾ 180 മൈനസ് നമ്മളെ ഒറിജിനൽ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ എന്താണ്, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് എഴുതുകയാണ് കേട്ടോ. നിങ്ങൾക്ക് രണ്ടും കൂടെ കൺഫ്യൂഷൻ വരണ്ട, ഞാൻ തീറ്റ എന്ന് എഴുതിയ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു എന്താണ് 180 മൈനസ് തീറ്റ എന്നാണ്. അതായത് 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്ട π/3 ആണ്. ഇതാണ് π/3. ഈ 180ക്ക് ഒരു വാല്യൂ ഉണ്ട് കേട്ടോ. റേഡിയൻ വാല്യൂ എന്ന് പറഞ്ഞാൽ പൈ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ π മൈനസ് π/3 ആണ് എഴുതുന്നത്. π/1 എന്ന് കൊടുക്കാം. ഇതിനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ π×3 എന്താണ്ട π×3 ആദ്യം ചെയ്യുക. π×3 3π മൈനസ് അടുത്തെന്താണ്ട 1×π എന്താണ് പൈ ബൈ നെക്സ്റ്റ് വൺ ഏതാണ്ട 1×3 എത്രയാണ്ട 3π എന്ന് പൈ പോയ എന്താണ് ആൻസർ 2π/3 ആണ്. എന്താ 2π/3. അപ്പോൾ യഥാർത്ഥ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്ട 2π/3 ആണ്. ദെൻ നമുക്ക് നമ്മുടെ പോളാർ ഫോം എഴുതാം. പോളാർ ഫോം എന്തായിരിക്കും? പോളാർ ഫോം എന്തായിരിക്കും ഇവിടെ? Z = R × cos θ പ്ലസ് I sin θ. അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്താണ്ട ഇവിടെ? 6 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ് ആറിൻ്റെ വാല്യൂ? എന്താണ്ട ആറിൻ്റെ വാല്യൂ ഇതാ കിടക്കുന്നു 4. അപ്പോൾ 4 × cos θ ഇവിടുത്തെ ആംഗിൾ എത്രയുണ്ട 2π/3 പ്ലസ് I sin 2π/3. വളരെ ഈസിയല്ലേ, ഇത്രയേ ഉള്ളൂ. വളരെ നിസ്സാരമാണ് സംഭവം. അടുത്തൊരു കോംപ്ലക്സ് നമ്പർ നോക്കി. Z = -√3 - I. നമുക്കിവിടെ ആദ്യം എന്ത് എഴുതാം? എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെ എടുക്കാം? √3 മതി. മൈനസ് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ y എന്ന് പറഞ്ഞാൽ -1 ആണ് അത് എടുക്കേണ്ടത്. നിങ്ങൾ വെറും 1 മാത്രം എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ എക്സ് കിട്ടി, y കിട്ടി. നമുക്ക് നമ്മുടെ എങ്ങോട്ട് പോവാം? ആറിലേക്ക് പോകാം. R = എന്താണ്? R എന്ന് പറഞ്ഞാൽ mod Z ആണ് അല്ലേ. √(x² + y²). ഇത് ഇനി ഏതൊന്നോടാ ഇക്വേഷൻ? നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾറെഡി. ഞാൻ ഡയറക്റ്റ് അങ്ങ് ചെയ്ത് പോവുകയാണേ. അപ്പോൾ √3യുടെ സ്ക്വയർ പ്ലസ് 1². സ്ക്വയറും റൂട്ടും അടുത്ത് നിന്ന് എന്തായി പോവും? ക്യാൻസലായി പോയിട്ട് 3 മാത്രം വരും. 3 + 1. ആൻസർ എന്താണ്? √4ൻ്റെ വില എത്രയുണ്ട 2 അല്ലേ. അപ്പോൾ നമുക്ക് 6 കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ട ആരെയാണ് വേണ്ടത്? 6 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് തീറ്റയാണ്. അപ്പോൾ θ = എന്താണ് ഇക്വേഷൻ? tan ഇൻവേഴ്സ് y/x. സോ tan ഇൻവേഴ്സ് വൈയുടെ വാല്യൂ ഇവിടെ എത്രയുണ്ട്? വൈയുടെ വാല്യൂ 1/xൻ്റെ വാല്യൂ √3. 1/√3. എപ്പോഴാണ് ടാൻ്റെ വാല്യൂ 1/√3 ആവുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വീണ്ടും അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അതിൻ്റെ ആൻസർ 30 ആണ്. 30 നമ്മൾ റേഡിയൻ വാല്യൂ എഴുതുമ്പോൾ π/3 ആണ്. എടാ π/3 അല്ല, π/6 ആണ് കേട്ടോ. π/6.
180 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 30 കിട്ടുക. അപ്പോൾ ഇവിടെ തീറ്റയുടെ വാല്യൂ π/6 ആണ്. പക്ഷേ ഇത് നമുക്ക് ഉറപ്പിക്കാമോ? ഇത് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ കോംപ്ലക്സ് നമ്പർ എന്താണ് XY ആക്സിസിൽ എവിടെയാണ് കിടക്കുന്നത് നമുക്ക് അറിയണം അല്ലേ? ഇവിടെ നമ്മൾ അതിനെ കോർഡിനേറ്റ് ആക്കുകയാണെങ്കിൽ -√3, -1 എന്നാണ്. രണ്ടും മൈനസ് ആണല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു നമ്മുടെ XY ആക്സിസ് എഴുതുകയാണെങ്കിൽ എക്സ് വാല്യൂ മൈനസ് ആണ്. അപ്പോൾ എക്സ് വാല്യൂ മൈനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് അല്ലേ? അതുപോലെ വൈ വാല്യൂ മൈനസ് ആണ്. അപ്പോൾ അതങ്ങോട്ടാണ് താഴോട്ടാണ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ വരുന്ന റീജിയൻ ഏതാണ്ട് ഏത് റീജിയനാണ്? തേർഡ് ക്വാഡ്രൻ്റ് ആണ്. ഏത് ക്വാഡ്രൻ്റ് ആണ്? തേർഡ് ക്വാഡ്രൻ്റ്. അപ്പോൾ തേർഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുക? അവിടുത്തെ ഇക്വേഷൻ എന്താ? -180 + തീറ്റ. അവിടെ -180 എന്ന് പറയുന്നത് എന്താ? നമുക്ക് വേണമെങ്കിൽ -π + തീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് എന്ന് തന്നെ എഴുതുകയാണ് ഞാൻ ഈക്വൽ ടു -π + തീറ്റ. അപ്പോൾ -π + തീറ്റ എന്ന് പറയുന്നത് എന്താ? π/6 ആണ്. നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? അത് -π × 6. -π × 6 എത്രയുണ്ടാ? -6π പ്ലസ് നെക്സ്റ്റ് 1 × π. 1 × π എത്രയുണ്ടാ? π അല്ലേ? ബൈ എന്താണ്? ബൈ നെക്സ്റ്റ് 1 എന്താണ്? 1 × 6. 1 × 6 എത്രയുണ്ടാ? 6. സോ ആൻസർ -6π + π എന്ന് പറയുന്ന ആൻസർ എന്താണ്? -6 + 1 എത്രയാണ്? -5 അല്ലേ? അപ്പോൾ -5π/6 എന്ന് കിട്ടും. ദെൻ ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കോംപ്ലക്സ് നമ്പർ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? പോളാർ ഫോമിൽ തന്നെ അങ്ങ് എഴുതാം. വേറെ ഒന്നുമില്ല, ഇവിടെ ചെയ്യാനായിട്ടൊന്നുമില്ല. പോളാർ ഫോം എന്തായിരിക്കും? പോളാർ ഫോം ഈക്വൽ ടു Z = R × cos θ + I sin θ. അപ്പോൾ R എത്രയാണ്? ആറിൻ്റെ വാല്യൂ എത്രയാണ്? 2 അല്ലേ? അപ്പോൾ 2 × cos തീറ്റയുടെ വാല്യൂ -5π/6 + I sin -5π/6. ഇത്രയേ ഉള്ളൂ. വളരെയധികം ഈസി, ഒന്നുമില്ല, സംഭവം ചെയ്യാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി എന്ത് ചെയ്യുക? നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക? മാക്സിമം അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? എന്താണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി എന്ത് ചെയ്യുക? നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. എങ്ങനെ സപ്പോർട്ട് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഗുഡ് ബൈ.